ബാബു ഇന്ത്യൻ സാഹചര്യത്തിൽ, വർത്തമാന ഇന്ത്യൻ സാഹചര്യത്തിൽ എങ്ങനെയാണ് അശാസ്ത്രീയതകൾ നമ്മുടെ സമൂഹത്തെ പുറകോട്ട് വലിക്കുന്നത് എന്നതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ ഇവിടെ ചൂണ്ടിക്കാണിക്കും. കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും പുതിയ സംഭവ വികാസം 104 പേരുടെ മരണത്തിനിടയാക്കിയ മകരവിളക്ക് ദുരന്തം നമ്മുടെ മുമ്പിലുണ്ട്. സത്യത്തിൽ ആരാണ് ഈ ദുരന്തത്തിന്റെ ഉത്തരവാദി? നമ്മളൊക്കെ അതിനെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ കണ്ടു. ശാസ്ത്രം ഒരു ഭാഗത്ത് മനുഷ്യനെ അതിവേഗം, മനുഷ്യന്റെ ജീവിത സൗകര്യങ്ങള് അതിവേഗത്തിൽ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നു. ആ സൗകര്യങ്ങൾ നമ്മളെല്ലാവരും വേണ്ട പോലെ ഉപയോഗപ്പെടുത്തുന്നു. നമ്മളെക്കാൾ കൂടുതൽ ആ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് മറുഭാഗത്തുള്ള ശാസ്ത്രത്തിന്റെ ശത്രുക്കളാണ് എന്ന ഒരു വലിയ ദുരന്തം, ഒരു വൈരുദ്ധ്യം ഇന്ന് ലോകം നിലനിൽക്കുന്നു. പ്രത്യേകിച്ച് ഇന്ത്യയെ പോലുള്ള അവികസിത പിന്നോക്ക രാജ്യങ്ങളിൽ തന്നെ. ശബരിമലയിലെ ഈ ദുരന്തത്തിൽ ശ്രദ്ധിച്ച ഒരു കാര്യം, 104 പേര് മരിച്ചതിൽ 3 പേരാണ് മലയാളികൾ. 3 or 4. അതുതന്നെ ആ പ്രദേശത്ത് താമസിക്കുന്ന ആളുകളാണ് മരിച്ച മലയാളികൾ. ബാക്കിയുള്ള മരിച്ചവരെല്ലാവരും ആന്ധ്രാപ്രദേശിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും വന്നിട്ടുള്ള അയൽ സംസ്ഥാനവാസികളാണ്. എന്താ അതിന്റെ കാരണം? ശബരിമലയിലേക്ക് തീർത്ഥാടനത്തിന് പോകുന്ന മലയാളികൾ കുറവൊന്നുമല്ല. ശബരിമലയിലുള്ള വിശ്വാസത്തിന് വലിയ കുറവൊന്നും മലയാളികൾക്കിടയിൽ വന്നിട്ടില്ല. പക്ഷേ മകരവിളക്ക് കാണാൻ തിക്കി തിരക്കി മരിക്കാൻ മാത്രം ദിവ്യത്വം ആ മകരവിളക്കിന് ഇല്ല എന്ന ഒരു സാമാന്യ ബോധം വിശ്വാസികളായ മലയാളികൾക്കിടയിൽ തന്നെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ദുരന്തത്തിൽ മരിച്ച മലയാളികളുടെ എണ്ണം വളരെ കുറഞ്ഞുപോയത്. അതിൽ നമ്മൾ യുക്തിവാദികൾക്കൊക്കെ ഒരു പങ്കുണ്ട്. കാരണം നമ്മൾ കുറെ കാലമായിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മലയാളികളോട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ഏതായാലും ചാനലുകളിലൂടെയൊക്കെ ദേവസ്വം ബോർഡിന്റെ ആളുകൾ തന്നെ തുറന്നു പറഞ്ഞു, അവിടെ കത്തിക്കുന്നതല്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയുന്നു, കത്തിക്കാണെന്ന് പറയുന്നില്ല, കത്തിക്കുന്നതല്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ അവർ നിർബന്ധിതരായിരിക്കും. പക്ഷെ ആന്ധ്രക്കാരന് ഇതറിയില്ല, തമിഴ്നാട്ടുകാരന് ഇതറിയില്ല, കർണാടകക്കാരന് ഇതറിയില്ല. അവൻ ഈ ദിവ്യാത്ഭുതം കാണാൻ വേണ്ടി തന്നെയാണ് വന്ന് തിരക്കുന്നത്. ആ തിരക്കിലാണ് മരിക്കുന്നത്. ഇതെങ്ങനെ സംഭവിച്ചത്? ഇത് സംഭവിച്ചത്, പ്രധാന പങ്ക് വഹിച്ചത് ശാസ്ത്രം നമ്മൾക്ക് ഉണ്ടാക്കി തന്ന ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്നായ, കമ്മ്യൂണിക്കേഷൻ രംഗത്ത് ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്നായ ടെലിവിഷൻ, ആകാശവാണി, റേഡിയോ, ടെലിവിഷൻ തുടങ്ങിയിട്ടുള്ള മീഡിയ ആണ്. ദൂരദർശൻ എന്ന് പറയുന്ന ചാനല് സജീവമായി രംഗത്ത് വന്ന അന്നു മുതൽ അത് ഏറ്റെടുത്ത ഒരു പ്രധാന പരിപാടിയാണ് എല്ലാ വർഷവും മകരവിളക്കിന്റെ റണ്ണിംഗ് കമന്ററി കൊടുക്കാറുണ്ട്. ആകാശവാണി പണ്ടേ തുടങ്ങി, വളരെ വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങി റണ്ണിംഗ് കമന്ററി. എന്താണ് ഈ റണ്ണിംഗ് കമന്ററി? ഇപ്പൊ പറയുന്നുണ്ടല്ലോ കത്തിക്കല്ലാന്ന്. പക്ഷെ ഇതുവരെ ഞാൻ കേട്ട എല്ലാ റണ്ണിംഗ് കമന്ററിയിലും കത്തിക്കല്ല എന്ന് പറയുന്ന യുക്തിവാദികളെ തെറി പറയുന്നതാണ് കേട്ടത്. അങ്ങനെ യുക്തിവാദികൾ എന്തൊക്കെ പറഞ്ഞാലും ശരി എന്ന് പറഞ്ഞ് യുക്തിവാദികളെ ചീത്ത വിളിച്ചുകൊണ്ട് അവിടെ ആകാശത്ത് അതാ ദിവ്യജ്യോതി തെളിയുന്നു എന്ന് 1000 തവണ വിളിച്ചു പോകുന്നത് നമ്മളൊക്കെ കേട്ടാം. അപ്പൊ ടെലിവിഷൻ പോലുള്ള ഒരു മാധ്യമത്തെ എന്തിനുപയോഗപ്പെടുത്തി? അങ്ങനെ ഈ ആകാശവാണിയിലൂടെയും ടെലിവിഷനിലൂടെയും ഒക്കെ ഈ ദിവ്യാത്ഭുതം പ്രചരിപ്പിച്ചാണ് അത് നമ്മുടെ പശ്ചിമഘട്ടം കടന്ന് അപ്പുറത്ത് പ്രസരിച്ചത്. അതിന്റെ ഇമ്പാക്റ്റാണ് ഇങ്ങോട്ടുള്ള തള്ളൽ വന്നത്. ഇപ്പോ ആ തള്ളൽ നിയന്ത്രിക്കാൻ പറ്റാത്ത അത്ര വന്നപ്പോഴാണ് പ്രശ്നം ഉണ്ടായിരിക്കും. ആര് നടന്നാലും നിൽക്കില്ല. ഈ രീതിയിൽ ആളുകൾ അങ്ങോട്ട് കയറാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതൊരു ചെറിയ ഇടുങ്ങിയ പാതകളുള്ള ഒരു വനപ്രദേശമാണ്. അവിടെ 10 ലക്ഷം 15 ലക്ഷം ആളുകൾ വന്നിട്ട് തിക്കി തിരക്കിയാല് മരണോറപ്പാണ്. മരണം മാത്രമല്ല, ശബരിമല ഉണ്ടാക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പാരിസ്ഥിതികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഭീകരമാണ്. ശബരിമലയുടെ താഴ്വാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കേരളത്തിലെ ഒരുപാട് നഗരപ്രദേശങ്ങളും ഗ്രാമപ്രദേശങ്ങളും കുടിവെള്ളം മുഴുവൻ, അണ്ടർഗ്രൗണ്ട് വാട്ടർ മുഴുവൻ പൊള്യൂട്ടഡ് ആണ്. കോളിഫോം ബാക്ടീരിയ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. കുടിക്കാൻ പറ്റാത്ത അത്ര
കാരണം കോടിക്കണക്കിന് മനുഷ്യന്റെ മലവിസർജനം, ആ മലം മണ്ണിന്റെ അടിയിലേക്ക് നമ്മൾ ഡിസ്പോസ് ചെയ്താലും അത് പരിസ്ഥിതി പ്രശ്നത്തിന് കുറവൊന്നും വരില്ല, കൂടുക ചെയ്യുന്നത്. കാരണം മണ്ണിന്റെ അടിയിൽ ഡിസ്പോസ് ചെയ്യപ്പെടുന്ന ഈ സാധനം മുഴുവൻ മലപ്രദേശങ്ങളിലായതുകൊണ്ട് തന്നെ അണ്ടർഗ്രൗണ്ട് വാട്ടറിലൂടെ ഒഴുകി നാടാകപ്പെടാം. കോടിക്കണക്കിന് കേരളത്തിൽ ജനസംഖ്യയുടെ അത്രയും വരുന്ന ജനങ്ങളാണ് ശബരിമലയിൽ വരുന്നത്. അപ്പൊ അതുണ്ടാക്കുന്ന കുടിവെള്ളത്തിന്റെ പ്രശ്നം മാത്രമല്ല, കേരളത്തിലുണ്ടാക്കുന്ന ഗതാഗതത്തിന്റെ പ്രശ്നം. ഈ ഒരു മല ഈ നട തുറന്നു കഴിഞ്ഞാൽ പിന്നെ കേരളത്തിൽ യാത്ര ചെയ്യുക എന്നത് വലിയൊരു ദുരിതമാണ്. അത്യാവശ്യ കാര്യങ്ങൾക്ക് തെക്കോട്ടും വടക്കോട്ടും യാത്ര ചെയ്യുന്നവർ ഈ ദുരിതം അനുഭവിക്കാതെ നിവൃത്തിയില്ല. ട്രെയിനിലായാലും ബസ്സിലായാലും വാഹനം ഓടിച്ചു പോവുകയാണെങ്കിലും നമുക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത അത്ര വാഹനങ്ങളുടെ ആധിക്യം, അപകടങ്ങൾ. എത്ര അയ്യപ്പന്മാരാണ് ഒരു വർഷം വാഹനാപകടങ്ങളിൽ മരിക്കുന്നത്? ഈ വർഷം താരതമ്യേന കുറവായിരുന്നു, ആ കുറവാണ് ഇവിടെ നികത്തിയത്. വാഹനാപകടങ്ങൾ ഈ വർഷം എന്തോ ഉണ്ടോ അറിയില്ല, താരതമ്യേന കുറഞ്ഞ വലിയ കൂടുതൽ വാർത്തകൾ കണ്ടില്ല. അത് അവിടെ തിരക്കിൽ നികത്തപ്പെടുകയും ചെയ്തു. സാധാരണ ഒരുപാട് പുറപ്പെട്ട അയ്യപ്പന്മാർ മലയിലെത്താതെ തിരിച്ച് ആശുപത്രിയിലും മെഡിക്കൽ കോളേജിലും മോർച്ചറിയിലും എത്താറുണ്ട്. അയ്യപ്പന് ഇതൊന്നും തടയാനോ അല്ലെങ്കിൽ ഈ വരുന്ന ഭക്തന്മാരെ ഒന്നും സംരക്ഷിക്കാനും അയ്യപ്പൻ എന്നല്ല ലോകത്ത് ഒരു ദൈവത്തിനും തന്റെ അടുത്തേക്ക് മോക്ഷം തേടി അല്ലെങ്കിൽ തന്റെ അടുത്തേക്ക് രക്ഷ തേടി വരുന്ന തീർത്ഥാടകരെ പോലും രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളത് ലോകത്തുള്ള എല്ലാ തീർത്ഥാടന കേന്ദ്രങ്ങളും എല്ലാ വർഷവും തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. ഇൻക്ലൂഡിങ് ഹജ്ജ് ഉൾപ്പെടെ അതാണ് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ശാസ്ത്രത്തെ ശാസ്ത്രവിരുദ്ധമായ ശാസ്ത്രീയ വിരുദ്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്ന മഹാവൈരുദ്ധ്യമാണ് നമ്മുടെ നാട്ടിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ദൂരദർശൻ എന്ന് പറയുന്ന സാധനം ഇന്ത്യയിലെ പോപ്പുലറായത്, ഇന്ത്യൻ ഗ്രാമങ്ങളിൽ പോപ്പുലറായത് എപ്പോഴാണ്? അത് രാമായണയും മഹാഭാരതയും മെഗാ സീരിയൽ ടെലികാസ്റ്റ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ദൂരദർശൻ ടെലിവിഷൻ ചാനൽ ഇന്ത്യൻ വില്ലേജുകളിൽ പോപ്പുലറായി. നമ്മുടെ ഹൈക്കോടതിയിൽ 13ാമത്തെ നമ്പർ കോടതി മുറി വേണ്ടാന്ന് തീരുമാനിച്ചു. ഹൈക്കോടതിയിൽ നിയമം കൈകാര്യം ചെയ്യുന്ന ജഡ്ജിമാരൊക്കെയാണ് തീരുമാനിക്കുന്നത് 13ാം നമ്പർ വേണം. ഇങ്ങനെ തൊട്ടടുത്ത് നമ്മുടെ നരേന്ദ്രനായികിന്റെ നാട്ടില് കഴിഞ്ഞ ഒരു മാസം മുമ്പ് നരബലി നടന്നു. അല്ലെ, ഒരു കുട്ടിയെ ബലി അറന്നു. കേരളത്തിൽ നടന്നിട്ടുണ്ട്. നരബലി പോലും പ്രാകൃത കാലത്ത് മനുഷ്യർ ഉപേക്ഷിച്ചു പോയ നരബലി പോലും നമ്മുടെ നാട്ടില് ഇന്നും നടക്കുന്നു. ശാസ്ത്രജ്ഞന്മാരുടെ സ്ഥിതി എന്താ? ശാസ്ത്രജ്ഞന് പ്രൊമോഷൻ കിട്ടിയപ്പോ നേരെ തുലാഭാരം കൊണ്ട് അടക്കാപ്പാലയും തേങ്ങാപ്പാലയും മറ്റേ എന്താ വാഴക്കലിയിലും തുലാഭാരത്തിന് വരുന്ന ഗുരുവായൂർ. റോക്കറ്റ് വിക്ഷേപിക്കുമ്പോൾ നമ്മള് തിരുപ്പതിയിൽ കൊണ്ടുപോയിട്ട് മുട്ടയടിച്ച് തേങ്ങ ഉടക്കുക ചെയ്യുന്നു. റോക്കറ്റ് പോകുന്നവരുടെ ബംഗാൾ ഉൾക്കടലിൽ വന്നിട്ട് വീഴുകയും ചെയ്യും. ഇങ്ങനെ ശാസ്ത്രത്തെയും മനുഷ്യന്റെ യുക്തിചിന്തയെയും പരിഹസിക്കുന്ന തരത്തിൽ അറിവുള്ള അന്ധവിശ്വാസികൾ അന്ധകാരം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാമൂഹ്യ സാഹചര്യത്തെ എങ്ങനെയാണ് അല്പസ്വല്പം ശാസ്ത്രബോധമുള്ള നമ്മൾ നേരിടേണ്ടത് എന്ന ചിന്തയുടെ ഒരു ഉൽപ്പന്നമായിട്ട് വന്ന ഒരു ചെറിയ സ്ഥാപനമാണ് ഞങ്ങളുടെ സയൻസ് ട്രസ്റ്റ്. സയൻസ് ട്രസ്റ്റ് ആ രംഗത്ത് പരിമിതമായ അതിന്റെ റിസോഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് കുറേയേറെ പരിപാടികൾ ഈ കഴിഞ്ഞ 3-4 വർഷത്തിനിടയിൽ നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ എയിം ചെയ്യുന്നത്, ഞങ്ങളുടെ വിഷൻ ചെയ്യുന്നത് ഇതിനെക്കാളൊക്കെ ഒരു വലിയ ശാസ്ത്ര സംരംഭം തന്നെ വിഷൻ ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഈ ആരംഭിച്ചിട്ടുള്ളത്. അതിന്റെ വളർച്ചയിൽ ഒരുപാട് ആളുകളുടെ സഹായ സഹകരണങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇവിടെ ചെറിയ 1-2 സംശയങ്ങൾ ഉടലെടുക്കാം. യുക്തിവാദി സംഘം പോലുള്ള ഒരു സ്റ്റേറ്റ് വൈസ് ഓർഗനൈസേഷൻ ഉള്ളപ്പോൾ എന്തിനാണ് പിന്നെ കോഴിക്കോട്ട് കുറച്ച് പേര് 10-15 പേര് ചേർന്ന് ഇങ്ങനെ ഒരു സയൻസ് ട്രസ്റ്റ് രൂപീകരിച്ചത് എന്ന ചില സംശയങ്ങൾ ചില ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. യുക്തിവാദി സംഘം, ഞങ്ങൾ യുക്തിവാദി സംഘത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നവരോ അല്ലെങ്കിൽ യുക്തിവാദി സംഘത്തിന്റെ എതിരുള്ളവരോ എന്നല്ല. ഞാൻ യുക്തിവാദി സംഘത്തിന്റെ സംസ്ഥാന കമ്മിറ്റിയിലുള്ള ആളുകൾ, ഞങ്ങളുടെ പ്രസ്ഥാനത്തിലുള്ളവരൊക്കെ ആ സംഘടനയുമായിട്ട് മിക്കവാറും ആളുകൾ ബന്ധപ്പെടുന്നു. എന്നാൽ ബന്ധമില്ലാത്ത ആളുകളും ഉണ്ട്. ഈ ബന്ധമില്ലാത്ത പല കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെയുള്ള ഒരു ഓർഗനൈസേഷനിൽ പ്രവർത്തിക്കുന്നത് സാങ്കേതികമായും വ്യക്തിപരമായിട്ടും ബുദ്ധിമുട്ടുണ്ടെങ്കിലും ശാസ്ത്രബോധം പ്രചരിപ്പിക്കുന്നതിന് സ്വന്തമായി ചില കോൺട്രിബ്യൂഷൻസ് ചെയ്യാൻ താല്പര്യമുള്ള കോഴിക്കോട് കേന്ദ്രീകരിച്ചുള്ള ചില വ്യക്തികളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളെ കൂടി അക്കോമഡേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഗ്രൂപ്പ്, അങ്ങനെ ചെറിയ ചെറിയ ഗ്രൂപ്പുകൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഒരു വലിയ സംസ്ഥാന തലത്തിലുള്ള ഒരു ഓർഗനൈസേഷൻ ആകുമ്പോൾ അതിന്റെ ചട്ടവട്ടങ്ങൾ പാലിച്ചുകൊണ്ട് സംസ്ഥാന തലത്തിൽ തീരുമാനമെടുത്ത് ജില്ലാ കമ്മിറ്റികൾ കൊടുത്ത് അങ്ങനെ കമ്മിറ്റികളുടെ തീരുമാനങ്ങൾ നടപ്പിലാക്കി ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളാകുമ്പോൾ അതിന് കുറെ പരിമിതപ്പെടലുകളുണ്ടാവും.
ആ പരിമിതികളില്ലാതെ ഒരു ഗ്രൂപ്പിന് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ ഗ്രൂപ്പുകളാകുമ്പോൾ ഒരു പ്രദേശത്തെ ബേസ് ചെയ്തുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യാൻ കഴിയും. അതേസമയത്ത് മറ്റ് സംഘടനാ പ്രവർത്തനങ്ങളുമായി സഹകരിക്കാനും ആ സംഘടനയുടെ റിസോഴ്സുകൾ ഉപയോഗപ്പെടുത്താനും ഒക്കെ സാധിക്കും. അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ച് ചില സംഘടനയാകുമ്പോൾ ചില കാര്യങ്ങൾ യുക്തിവാദികളാണ് എന്നതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ഒരേ അഭിപ്രായമുള്ളവരല്ല. അപ്പൊ നമുക്കറിയാം, നമ്മൾ രാവിലെ നടന്ന ചർച്ചയിൽ തന്നെ പല വിഷയങ്ങളിലും പല ഭിന്ന അഭിപ്രായങ്ങളോട് രൂപപ്പെടും. അപ്പൊ ഞങ്ങൾ ശുദ്ധ ശാസ്ത്രത്തിന് വേണ്ടി വാദിക്കുന്ന ആളുകളാണ്. എന്നാൽ ശുദ്ധശാസ്ത്രത്തിന് വേണ്ടി വാദിക്കുമ്പോൾ ചില സ്യൂഡോ സയൻസ് ഇങ്ങനെ ശാസ്ത്രമാണ് എന്ന് തെറ്റിദ്ധരിച്ച ആളുകൾ സത്യത്തിൽ യുക്തിവാദികളുടെ ഇടയിൽ പോലും. ഉദാഹരണം പറഞ്ഞാൽ ഹോമിയോ ചികിത്സ, പിന്നെ പ്രകൃതി ചികിത്സ എന്നൊക്കെ പറയുന്ന സംഭവങ്ങള് ശാസ്ത്രീയമാണ് എന്ന് കരുതുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെ. പക്ഷെ സയൻസ് ട്രസ്റ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ ഞങ്ങൾ പ്രചരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ആശയം സയന്റിഫിക് മെത്തേഡിലൂടെ അല്ലാതെ, ശാസ്ത്രീയമായ മെത്തേഡിലൂടെ അല്ലാതെ വന്നിട്ടുള്ള ഇത്തരം സംഗതികളെ ശാസ്ത്രീയം എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതോട് നമുക്ക് യോജിപ്പില്ല. ഒരു ചികിത്സാ രീതി എന്ന നിലയ്ക്ക് ആയുർവേദമോ ഹോമിയോപ്പതിയോ പ്രകൃതി ചികിത്സയൊക്കെ ഇവിടെ നിലവിലുണ്ട്, അതൊരു യാഥാർത്ഥ്യം. പക്ഷേ അത് സയന്റിഫിക് ആണ്, അതിന്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ തന്നെ സയന്റിഫിക് അല്ലാതിരിക്കെ അതിന് സയന്റിഫിക് ആണ് എന്ന് ധരിച്ചുകൊണ്ട് നമ്മൾ അത്തരം സ്യൂഡോ സയൻസുകളെ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല എന്ന അഭിപ്രായം ഞങ്ങൾക്കുള്ളത് കൊണ്ട് അത്തരം സ്യൂഡോ സയൻസിന് എതിരായിട്ടുള്ള ചില പ്രചരണ പരിപാടികളൊക്കെ ഞങ്ങൾ നടത്താം. അങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ ഏകാഭിപ്രായമുള്ളവരുടെ ഗ്രൂപ്പുകളാവുമ്പോൾ ആ കാര്യങ്ങൾ കൂടി ചെയ്യാൻ കഴിയുമെന്ന അത്തരം ചില സൗകര്യങ്ങളും കൂടെ പരിഗണിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ ട്രസ്റ്റ് ഇവിടെ രൂപീകരിച്ച് പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പോൾ ഭിന്ന അഭിപ്രായങ്ങളുള്ളവരാകുമ്പോൾ ഒരു സംഘടനയ്ക്ക് അത്തരം കാര്യങ്ങൾ പ്രാവർത്തിക രംഗത്ത് കൊണ്ടുവരാൻ കഴിയില്ല. പ്രാവർത്തിക രംഗത്ത് കൊണ്ടുവന്നാൽ അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ആളുകൾ തമ്മിൽ തന്നെ പ്രശ്നങ്ങളുണ്ട്. നേരെ മറിച്ച് ഒരേ അഭിപ്രായമുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള സംഘടനകൾക്ക് അവിടെ അഭിപ്രായ ഐക്യമുള്ള ഇഷ്യൂസ് മാത്രമേ അവരുടെ അജണ്ടയിൽ ഉൾപ്പെടുത്താൻ പറ്റൂ. അങ്ങനെയുള്ള പരിമിതികളെ മറികടക്കുക എന്നുള്ള ഒരു ചെറിയ കാഴ്ചപ്പാടോട് കൂടി ആണ് ഞങ്ങൾ സയൻസ് ട്രസ്റ്റിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. ആ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ആശയങ്ങൾ ഞങ്ങൾ പ്രചരണ രംഗത്ത് കൊണ്ടുവരുന്നത്. അത് മാത്രമല്ല, ഇപ്പൊ നമ്മള് ഈ കേരളത്തിലേതുപോലുള്ള സാംസ്കാരിക അന്തരീക്ഷത്തിൽ ഒരു പുതിയ ചിന്താധാരകൾ എന്ന നിലക്ക് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളാണ് എന്ന ഉത്തമ ബോധ്യം ഉള്ളതുകൊണ്ട് തന്നെയാണ് മീരാനന്ദയെ പോലുള്ള ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവരുടെ ഒക്കെ ചിന്തകൾ നമ്മുടെ കേരളീയ പശ്ചാത്തലത്തിൽ പരിചയപ്പെടുത്തണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഞാൻ എന്റെ അധ്യക്ഷൻ എന്ന നിലയ്ക്ക് എന്റെ ഈ ഒരു ആമുഖ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. Now I invite Dr. Meerananda to present her Premanand Memorial Lecture. Her subject is Faith-Based Culture and Politics in India. I invite Dr. Meerananda.